അസ്സലാമു അലൈക്കും. ഞങ്ങളത് ആയിഷ പള്ളിയിലുള്ളത്. തൻഈമിൽ ആയിഷ പള്ളി. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയെ ഉംറയ്ക്ക് ഇറാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ച സ്ഥലത്തുള്ള പള്ളി, അവിടെ ഉണ്ടാക്കിയ പള്ളിയാണ്. അത് വലിയ വിശാലമായ പള്ളിയാണ്. ഹറമിൻ്റെ ഏറ്റവും തൊട്ടടുത്ത ബോർഡറാണ്. കാണാം, ബോർഡർ കാണാം. അതിൻ്റെ മുകളിൽ എഴുതിച്ചിട്ടുണ്ട് ഹുദൂദുൽ ഹറം. അതെ, ഹറം സ്റ്റാർട്ട് ഹിയർ. ഇവിടെ നിന്ന് അങ്ങോട്ട്, ഈ ഫില്ലറിന് അവിടെ നിന്ന് അങ്ങോട്ട് ഹറമാണ്. ആ ഫില്ലറിന് അപ്പുറം പോയി നെയ്യത്ത് വെച്ചാൽ ശരിയാവില്ല. ആ ഫില്ലറിൻ്റെ ഇപ്പുറം നെയ്യത്ത് വെക്കണം. ഇതൊക്കെ ബാത്റൂമുകളാണ്. പിന്നെ ഇതാണ് ആയിഷ മസ്ജിദ്, തൻഈമിൽ ആയിഷ മസ്ജിദ്. പിന്നെ ഇതിന് ചരിത്രങ്ങൾ വേറെയും കുറേ ഉണ്ട്. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹുവിനെയും സയ്യിദ് റളിയല്ലാഹുവിനെയും ശത്രുക്കൾ തൂക്കിലേറ്റി വധിച്ച സ്ഥലം കൂടിയാണ് ഈ ആയിഷ മസ്ജിദ് നിൽക്കുന്ന സ്ഥലം. ഇതിന് ചെറുതിൽ വെച്ചാണ് പിന്നെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഹുബൈബ് തങ്ങളെയും സയ്യിദ് റളിയല്ലാഹുവിനെയും ശത്രുക്കൾ തൂക്കിലേറ്റി വധിക്കപ്പെട്ടത് എന്ന് കാണാം, ചരിത്രത്തിൽ കാണാം. പ്രാവുകൾ ഇഷ്ടംപോലെ ഹറമിലുണ്ടാവും. ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾക്ക് പിന്നെ സംരക്ഷണം കൊടുത്തൊരു ജീവിയും കൂടിയാണ് ഈ പ്രാവ്. നമുക്കറിയാം സൗർ ഗുഹയിൽ. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ ഗവൺമെൻറ് ഇതിനെങ്ങനെ ഭക്ഷണം കൊടുത്തിട്ടും അങ്ങനെ പോറ്റുകയാണല്ലോ. അതൊക്കെ ഹറമിലൊക്കെ ഫുള്ള് അടക്ക കാഷ്ടിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം എന്താ, ഇത് റസൂലുള്ളാഹിക്ക് ഒരു അഭയം കൊടുത്തൊരു ജീവിയാണ് ഈ പ്രാവുക്കൾ. അതാണ് പ്രാവ് എന്നെ ഇവിടെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുവരുന്നത്. ഇതാണ് തൻഈം ആയിഷ മസ്ജിദ് നിൽക്കുന്ന സ്ഥലം. സിദ്ദീഖ് തങ്ങളെ പള്ളീൻ്റെ ബേക്ക് ഭാഗം കാണാം. ഒരു വലിയ മിനാറുണ്ട്. പിന്നെ ഫുള്ള് ആ കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ പള്ളിയാണ്. കരിങ്കല്ലാണ്, ചുമരുകളൊക്കെ കരിങ്കല്ല്. ഉള്ളിൽ ഇഷ്ടികയുണ്ട്. ഉള്ളിൽ കണ്ടല്ലോ. ഇതിൻ്റെ ബേക്ക് ഭാഗമാണ് പള്ളീൻ്റെ ബേക്ക് ഭാഗം. ഫുള്ള് കരിങ്കല്ല് തന്നെയാണ്. രണ്ട് പള്ളികളുണ്ട് ഹറമിൻ്റെ ഒരു ഭാഗത്ത്. പിന്നെ ഇവിടെ ഒരു മിനാരം കാണാം. ആ മിനാരം പള്ളി മസ്ജിദ് അലിയാണ്. അലി അള്ളാഹിൻ്റെ വീട് നിന്ന സ്ഥലത്തുണ്ടാക്കിയ പള്ളി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അവിടെ നിസ്കാരങ്ങളൊന്നുമില്ല. അവിടെ പിന്നെ ഷിയാക്കൾ വന്നിട്ട് ഭയങ്കരമായി ശല്യം ചെയ്തുകൊണ്ട് അവിടെ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, നിസ്കാരങ്ങളൊക്കെ. ഇതാണ് ഇവിടുത്തെ കാഴ്ച. പ്രാവുകൾ കണ്ടില്ലേ, ഇങ്ങനെ ഇഷ്ടംപോലെ പ്രാവുകൾ. റസൂലുള്ളാഹിക്ക് അഭയം കൊടുത്ത ജീവിയാണ് പ്രാവ്. അതിനെങ്ങനെ തിന്നാൻ കൊടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. മാഷാ അല്ലാഹ്.